ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ബിഗിനേഴ്സ് ഗൈഡ് വെയിറ്റ് ലോസ് ചലഞ്ച് അതിന്റെ ഫുൾ എനർജിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. നമ്മൾ ഒരുമിച്ച് ഒരു ഡയറ്റ് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ആ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനി നമ്മളൊരു വെയിറ്റ് ലോസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാവരുടെ മനസ്സിൽ പേടി സ്വപ്നമായിട്ട് വരുന്ന ഒരു സംഭവമാണ് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ. വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഹിറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേരും ഉണ്ടാവാം. വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്താണ് എന്നറിയാതെ ആ ഒരു അവസ്ഥയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം. അപ്പൊ എല്ലാം കറക്റ്റ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരും. വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഹിറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പോയിന്റ് പോലും മിസ് ഔട്ട് ചെയ്യാതെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ നമുക്കൊന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരു ലോ കലോറി ഡയറ്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം, കുറച്ച് വീക്സ് അല്ലെങ്കിൽ കുറച്ച് മന്ത്സ് നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോൾ ഈ ഒരു കലോറി ഇൻടേക്കുമായിട്ട്, ഈ ഒരു ലോ കലോറി ഇൻടേക്കുമായിട്ട് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവുകയും ആദ്യത്തെ കുറച്ച് കാലം നമുക്ക് റിസൾട്ട് ഒക്കെ കിട്ടുമായിരിക്കും, വെയിറ്റ് കുറയായിരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു വെയിറ്റ് ലോസ് റിസൾട്ടും കാണിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു രീതിയാണ് ഈ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ അല്ലെങ്കിൽ വെയിറ്റ് സ്റ്റക്ക് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു വെയിറ്റ് സ്റ്റക്ക് അല്ലെ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ എല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. അതായത് അവർക്ക് ഫസ്റ്റ് മന്തിൽ, അതായത് അവർ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് മന്തിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ 3 to 5 kg കുറഞ്ഞിട്ടുണ്ടാവാം. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ അത് ചിലപ്പോൾ 2 kgs ആയിരിക്കും. അതിന്റെ നെക്സ്റ്റ് മന്തും നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു 1 kg ആയിരിക്കും അവർക്ക് കുറയുന്നത്. കാരണം ആ ഫസ്റ്റ് മന്തിൽ കിട്ടുന്ന റിസൾട്ട് സെക്കൻഡ് മന്തിൽ കിട്ടുന്ന റിസൾട്ട് തേർഡ് മന്തിലും കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും. അങ്ങനെ പയ്യെ പയ്യെ കംപ്ലീറ്റ്ലി ഈ വെയിറ്റ് സ്റ്റക്ക് ആയിട്ട് ഇനി വെയിറ്റ് കുറയില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരുപാട് പേരുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് അത് നല്ലപോലെ അറിയായിരിക്കും. ഇനി ഇപ്പം നല്ല രീതിയിൽ ക്രാഷ് ഡയറ്റൊക്കെ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഈ ഒരു അവസ്ഥ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. കാരണം അവർ ഓൾറെഡി നല്ല രീതിയിലുള്ള ഒരു എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് ഉള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് വെയിറ്റ് ലോസ് ഇല്ല, വെയിറ്റ് സ്റ്റക്ക് ആയി കിടക്കുന്ന അവസ്ഥയുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം നമ്മൾ അധികം എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് കീപ്പ് ചെയ്യരുതെന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ ഹിറ്റ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ 1200 കലോറിയിൽ താഴെ പോകാത്തൊരു ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വെയിറ്റ് ലോസ് ജേർണി സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇനി അഥവാ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ഡയറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളുടെ കലോറി ഡെഫിസിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ടായിരുന്നു, ഓരോരുത്തരുടെയും കലോറി ഡെഫിസിറ്റ് എത്രയാണ് വരുന്നതെന്നൊക്കെ. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് 1 to 3 days വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്റെ കലോറി ഇൻടേക്കും ഡെഫിസിറ്റും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതിനുശേഷം ഞാനത് വർക്ക്ഔട്ട് ചെയ്യുന്നത് 3 to 5 days ആക്കിയിട്ട് കൊടുത്തു. കാരണം ഞാൻ ആഴ്ചയിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കൊടുത്തതിന് ശേഷം അതിനുശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഏകദേശം 1700 കലോറീസ് ആണ് കഴിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഉള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. നെക്സ്റ്റ് ഒരു മൈൽഡ് വെയിറ്റ് ലോസിനായിട്ട്, അതായത് ആഴ്ചയിൽ ഒരു 0.25 കിലോഗ്രാം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 1400 കലോറിയാണ് ഞാൻ ഇൻടേക്ക് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു വെയിറ്റ് ലോസ്, ഒരു പ്രോപ്പർ വെയിറ്റ് ലോസ് എന്ന് പറയാനായിട്ട് ഒരു ആഴ്ചയിൽ ഒരു ഒരു 1/2 kg ഒക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 1200 കലോറീസ് ആണ് കഴിക്കേണ്ടത്. ഇതൊക്കെ ഒരു അപ്രോക്സ് റേഞ്ച് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി എനിക്ക് എക്സ്ട്രീം വെയിറ്റ് ലോസ് ചെയ്യണം, അതായത് ആഴ്ചയിൽ ഒരു കിലോ വെച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 700 കലോറി ആണ് കഴിക്കേണ്ടത്. അപ്പോൾ 700ഉം 1200 ഒക്കെ നമുക്ക് വിടാം. ഞാൻ ഏകദേശം ഒരു മൈൽഡ് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ദിവസം ഞാൻ 1400 കലോറിയാണ് കഴിക്കേണ്ടത്. അപ്പൊ ഇനി നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, ഓക്കെ ഞാൻ ഇനി 1400 കലോറിയാണ്, അപ്പൊ എല്ലാ ദിവസവും ഞാൻ 1400 ആ ഒരു റേഞ്ചിൽ വരുന്ന ആഹാരം തന്നെ ഫോളോ ചെയ്യണം. 1400 അപ്പുറത്തോട്ടും പോകാൻ പാടില്ല, ഇപ്പുറത്തോട്ടും പോകാൻ പാടില്ല. പക്ഷെ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം നമ്മുടെ ഒരു കലോറി ഡെഫിസിറ്റ് ഒരു കറക്റ്റ് റേഞ്ച് തന്നെ എടുത്ത് എപ്പോഴും ആ ഒരു സെയിം കലോറി ഇൻടേക്ക് നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണുവിട തെറ്റാതെ ആ ഒരു സെയിം കലോറി ഇൻടേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ ഒരു റുട്ടീനുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കലോറി ഇൻടേക്കുമായിട്ട് അഡോപ്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ തന്നെയാണ് വർക്ക്ഔട്ടിന്റെ കാര്യത്തിലും വരുന്നത് കേട്ടോ. അത് ഞാൻ പറയാം. അത് നമുക്ക് ഡയറ്റിന്റെ കാര്യം പറയാം. അപ്പോൾ ഡയറ്റിൽ ഇപ്പോൾ ഞാൻ 1400 കലോറിയാണ് ഡെയിലി എടുക്കുന്നതെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ഒരു 3 weeks ഒരു 4 weeks ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ബോഡിക്ക് മനസ്സിലാവും, ഓക്കെ എല്ലാ ദിവസവും 1400 കലോറിയെ
കഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് ഇവർക്ക് വെയിറ്റ് ലോസ് കൊടുക്കണ്ട അല്ലെ ഫാറ്റ് ലോസ് ഉണ്ടാക്കണ്ട ഈ ഒരു ബോധത്തിലോട്ട് നമ്മുടെ ബോഡി എത്തും. അത് തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്. നിങ്ങൾ ഭയങ്കര എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് 700 കലോറി 600 കലോറി ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒരു സമയത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവും ഇത്ര കലോറി എനിക്ക് കിട്ടുള്ളൂ, ഇതിനനുസരിച്ചിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ബോധത്തിലോട്ട് നമ്മുടെ ബോഡി എത്തും. അപ്പോൾ ആ രീതിയിലോട്ട് പോവാതെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ആഗ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരു മെത്തേഡാണ്. സിക്സ് ആഗ് മോഷൻ എന്നുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാലോ. ഈ രീതിയിൽ പോകുന്നൊരു മെത്തേഡാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഡയറ്റും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ആണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഒരു 1400 ചില ദിവസങ്ങളൊന്നും മാറ്റി പിടിക്കാനായിട്ട് നോക്കുക. ആ രീതിയിൽ ഞാൻ എൻ്റെ ഒരു സിക്സ് ആഗ് സൈക്കിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ സൺഡേ ഞാൻ ഏകദേശം ഒരു 1700 അല്ലെ 1600 രീതിയിൽ ആഹാരം കഴിക്കുന്നു. കാരണം എന്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ കഴിക്കേണ്ടത് 1700 കലോറിയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ സിക്സ് ആഗ് പാറ്റേൺ ഫോളോ ചെയ്യുമ്പോഴും നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറിയിൽ കൂടുതലായിട്ട് കഴിച്ചു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് വെയിറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു മെയിൻ്റെനൻസ് കലോറി ഫിക്സ് ചെയ്തിട്ട് അതിന്റെ താഴോട്ടും അതിലേക്കും എത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഡയറ്റ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സൺഡേ ഞാനിപ്പോൾ ഒരു 1700 കലോറി എടുക്കുകയാണെങ്കിൽ മൺഡേ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു 1300 കലോറിയിലോട്ട് വരും. അതുപോലെ തന്നെ ട്യൂസ്ഡേ ഞാൻ ചിലപ്പോൾ ഒരു 1300 അഗൈൻ കഴിക്കാം. വെനസ്ഡേ ഞാൻ ചിലപ്പോൾ ഒരു 1200 പോവാം, അല്ലെങ്കിൽ ഒരു 1500 വന്നു വരാം. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ഇപ്പം ഒരു ദിവസം എനിക്ക് ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്, കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യേണ്ട ദിവസം അങ്ങനെ ചെയ്യാം. അല്ലാത്ത ദിവസം ഒരു എക്സ്ട്രീം കലോറി 700 കലോറിയാണ് ഞാൻ എൻ്റെ എക്സ്ട്രീം വെയിറ്റ് ലോസിന് വേണ്ടി കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ 700 കലോറിയിലോട്ട് എനിക്ക് വേണമെങ്കിൽ പോവാം ഒരു ദിവസത്തേക്ക് മാത്രം. എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രീം കലോറി ഡെഫിസിറ്റ് എടുക്കുമ്പോഴാണ് നമ്മുടെ വെയിറ്റ് ലോസിന് അത് ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ എനിക്ക് വേണമെങ്കിൽ 700 കലോറി ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ നമ്മളൊരു സിക്സ് ആഗ് മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് പ്ലാറ്റ് ഹിറ്റ് ചെയ്യാതെ, കാരണം നമ്മുടെ ബോഡി ഇവിടെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ ഒരു ഡയറ്റിലോട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കലറി ഇൻടേക്കിലോട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കലറി ഇൻടേക്കിലേക്ക് നമ്മുടെ ബോഡി അഡോപ്റ്റ് ആവുന്നേ ഇല്ല. കാരണം നമ്മൾ ഡിഫറെന്റ് കൈൻഡ് ഓഫ് കലറി ഇൻടേക്കാണ് ഓരോ ദിവസവും എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആവും. നമ്മുടെ ബോഡിക്ക് വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യം, ചിലരൊക്കെ ഈ സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ വീക്കെൻഡ്സിലൊക്കെ പുറത്ത് പോയിട്ട് ആഹാരം കഴിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഹൈ കലോറി ഇൻടേക്ക് എടുക്കാം. മൺഡേ മുതൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലോവർ ആയിട്ടുള്ള ഒരു കലോറി ഇൻടേക്കിലോട്ട് വരാം. അതായത് ഇപ്പം നിങ്ങൾ സാറ്റർഡേ സൺഡേ ഞാൻ എന്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഞാൻ സാറ്റർഡേ സൺഡേ ഒരു 1700 കലോറി എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ വേണമെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡീടോക്സ് എന്നുള്ള രീതിയിൽ ഒരു 700 കലോറി ഡയറ്റ് എനിക്ക് ഫോളോ ചെയ്യാം. ട്യൂസ്ഡേ ആകുമ്പോഴേക്കും ഒരു 1300 1400 കലോറി എനിക്ക് ഫോളോ ചെയ്യാം. വെനസ്ഡേ ആകുമ്പോഴേക്കും 1200 ചെയ്യാം. അത് തേഴ്സ്ഡേ എത്തുമ്പോഴേക്കും 1500 കലോറിയിലോട്ട് വരാം. ഫ്രൈഡേ ആകുമ്പോഴേക്കും 1400 കലോറിയിലേക്ക് വരാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് സിക്സ് ആഗ് ആയിട്ട് നമ്മുടെ ഡയറ്റ് ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സിക്സ് ആഗ് ഡയറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കലോറി ഡെഫിസിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ്റെനൻസ് കലോറി എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു കാൽക്കുലേഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ സിക്സ് ആഗ് സൈക്കിള് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ കൊടുക്കാം. സൺഡേ നിങ്ങൾ എത്ര കഴിക്കണം, മൺഡേ എത്ര കഴിക്കണം, ട്യൂസ്ഡേ എത്ര കഴിക്കണം, ആ ഒരു രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാം. അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഡയറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡയറ്റ് തന്നെ ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തേ മതിയാവുന്നുണ്ടെങ്കിൽ 8-16 പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യാം. 8 hours ഈറ്റിംഗ് വിൻഡോ, 16 hours ഫാസ്റ്റിംഗ് വിൻഡോ. അത് നിങ്ങളുടെ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണോ ഏത് പാറ്റേൺ ആണോ എന്നൊന്നും അല്ല ഇമ്പോർട്ടന്റ്, കലറി ഡെഫിസിറ്റ് ആണ് ഇമ്പോർട്ടന്റ്. കലറി ഡെഫിസിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഡേ ഷിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നവരല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. IF ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ഫാസ്റ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം ഫാസ്റ്റിംഗ് എന്നുള്ള കാര്യം നമ്മുടെ ബോഡിക്ക് ഒരുപാട് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൂടെ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി എല്ലാവരും ഈ ഒരു സിക്സ് ആഗ് സൈക്കിളും കൂടെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ഡയറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വളരെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഡയറ്റ് ചെയ്യുമ്പോൾ പ്രോട്ടീന്റെയും ഫൈബറിന്റെയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഹൈഡ്രേഷൻ പാർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലീപ്പ് റൂട്ടീൻ അതുപോലെ തന്നെ സ്ട്രെസ് ലെവലൊന്നും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ നോക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു 6 to 7 hours സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ നിങ്ങൾ റിഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കാരണം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.